ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന സൂര്യയുടെ ഡ്രോയിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിന് ഉപയോഗിക്കുന്ന പെൻസിൽ HP പെൻസിലാണ്. അപ്പം സൂര്യയുടെ ഡ്രോയിങ് ഒരാളെ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തായിരുന്നു, കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഡ്രോയിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഗ്രിഡ് ലൈൻസ് ഇട്ട് വെച്ചിരിക്കുന്ന പേപ്പർ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ ഈ ഇത്ര ഭാഗത്ത് മാത്രം ലൈൻസ് ഇട്ട് വെച്ചിട്ടുള്ളൂ, ഫുള്ളായിട്ട് വരച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരച്ച് പഠിക്കുമ്പം ഫുള്ളായിട്ട് തന്നെ വരച്ച് പഠിക്കുക. അതുപോലെ ബോക്സുകളുടെ എണ്ണം എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് വലത്തേക്ക് 6 ബോക്സും താഴേക്ക് 8 ബോക്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 3 സെൻറ്റിമീറ്റർ വെച്ചാണ് എടുത്തേക്കുന്നത്, 3x3 ആണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ട് ഇതുപോലെ തന്നെ വരച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഭാഗത്തുനിന്ന് വരച്ച് തുടങ്ങാം. അപ്പോൾ കണ്ണിൻ്റെ ബോക്സ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വരച്ച് തുടങ്ങുന്നു. അപ്പോൾ കണ്ണ് വരയ്ക്കുമ്പം പറയാറുള്ള എല്ലാ വീഡിയോക്കകത്തും സമയത്ത് തന്നെ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഈ ഒരു ബോക്സിൽ തന്നെയാണ് ആ ഒരു കണ്ണിൻ്റെ ഭാഗങ്ങൾ മുഴുവനായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് നമ്മൾ നോക്കിയിട്ട് വരയ്ക്കണം. എന്ന് വെച്ചാൽ ആ ഒരു ബോക്സിൽ തന്നെ ആയതുകൊണ്ട് 2 ബോക്സിലാണെങ്കിൽ നമുക്ക് ഒരു കണ്ണിൻ്റെ കുറച്ച് ഭാഗം ഒരു ബോക്സിലും കണ്ണിൻ്റെ വേറൊരു ഭാഗം വേറൊരു ബോക്സ് കേട്ടാൽ മതി. അപ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഇങ്ങേ സൈഡിലത്തെ കണ്ണ് വരച്ചേക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഗ്രിഡ് ലൈൻസ് ഇടുമ്പം നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കണ്ണ് ഒരു ബോക്സിൽ തന്നെയും ഒരു കണ്ണ് 2 ബോക്സിലായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് വരയ്ക്കാനുള്ള എളുപ്പ രീതി ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ ഗ്രിഡ് ലൈൻസ് ഇട്ട് വരയ്ക്കുക. പിന്നെ ഇതിൻ്റെ ഓരോ ബോക്സ് നോക്കിയിട്ട് ചെയ്ത് പോയാൽ മതി. നമ്മൾ കുറേ വീഡിയോ ആയി ഇപ്പോൾ ഗ്രിഡ് ലൈൻസ് ഇട്ട് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാലും വരയ്ക്കുന്ന രീതികളൊക്കെ മനസ്സിലായി കാണുമായിരിക്കും. പിന്നെ ഗ്രിഡ് ലൈൻസ് എങ്ങനെ ഇടേണ്ടതെന്ന് വെച്ചാൽ അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. A4 സൈസ് പേപ്പറിലും A3 സൈസിലും നമുക്ക് എത്ര സെൻറ്റിമീറ്റർ വെച്ച് എടുക്കണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ ട്യൂട്ടോറിയലായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് കിടപ്പുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടുന്ന ദിവസം അല്ലായിരുന്നു, കാരണം ഞാൻ സാധാരണ 1-2 ദിവസങ്ങളാണ് വീഡിയോ ഇടുന്നത്. അപ്പം ഇന്ന് തന്നെ ഇടാവുമെന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ടൊന്നും ഇല്ലായിരുന്നു. കുറച്ച് മുമ്പാണ് കറണ്ട് വന്നത്. അപ്പോൾ കറണ്ട് വന്ന് ഫോണിൽ ചാർജൊക്കെ ചെയ്ത് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ എല്ലായിടത്തും അവസ്ഥ അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ ദിവസം കറണ്ടൊന്നുമില്ല, മഴയൊക്കെ ആയതുകൊണ്ട്, മഴക്കാലം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് വേറെയും ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ വീഡിയോ ഇടാനുള്ളൊരു സമയം കൊണ്ടൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് 1-2 ദിവസം വീഡിയോ ഇടുന്നത്. നേരത്തെ ഞാൻ എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ട്രാവലിങ്ങിനുള്ളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അടുത്ത ദിവസം യാത്രകളൊക്കെ പോകണം. എനിക്കിപ്പം ട്രാവലിങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് എന്നും വീഡിയോ ഇടാൻ പറ്റാത്തത്. എന്നാലും നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ മാക്സിമം കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ നോക്കി വരച്ച് പോകാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ പാർട്ട് 1 ആയിട്ട് ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഈ ഡ്രോയിങ് നല്ല സമയത്ത് തന്നെ ചെയ്യുന്ന ഒരു ഡ്രോയിങ്ങാണ്. ഇതിൻ്റെ അകത്ത് ഫേസിൽ തന്നെയാണെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരുന്നുണ്ട് നമുക്ക്. പിന്നെ താടി നല്ലപോലെ വരയ്ക്കാനൊക്കെ ഉണ്ട്, അതുപോലെ മുടിയുണ്ട്. പിന്നെ ഫേസിൽ കുറച്ച് ആ ഒരു പാടൊക്കെ വരുന്നില്ല, ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ. ഇപ്പോൾ അത് ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യണമെന്നില്ല. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഫേസിൻ്റെ മൊത്തത്തിലുള്ള ഔട്ട്ലൈൻ ചെയ്താൽ മതി. ബാക്കി ഫേസിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക്
മുമ്പോട്ട് വരച്ച് കഴിയുമ്പോൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പല്ലൊക്കെ കാണുന്നുണ്ട് ഈ ഒരു ഡ്രോയിങ്ങിൽ ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെയുള്ള ഡ്രോയിങ് ചെയ്യാനൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെയുള്ള ഡ്രോയിങ്ങൊക്കെ ഒഴിവാക്കിയിട്ട് ചിരിച്ച് ഇരിക്കാത്ത ഫോട്ടോസൊക്കെ നോക്കി വരയ്ക്കുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ നിങ്ങൾ അങ്ങനത്തെ ഡ്രോയിങ് ചെയ്യാതിരിക്കരുത്. എന്നുവെച്ചാൽ നമുക്ക് ചിരിച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ വരയ്ക്കണമെങ്കിൽ പഠിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള ഫോട്ടോസ് നോക്കി വരച്ച് പ്രാക്ടീസ് തന്നെ ചെയ്യുക. എന്നാലും നമുക്ക് വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. എളുപ്പമുള്ള മാത്രം വരയ്ക്കാതെ നമ്മൾ ബുദ്ധിമുട്ടുള്ള ഡ്രോയിങ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിൻ്റെ പല്ല് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വരയ്ക്കുന്നുള്ളൂ. നമുക്ക് പിന്നീട് ഞങ്ങളല്ലേ നമുക്ക് മുമ്പോട്ട് വരച്ച് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമേ ഇടുന്നുള്ളൂ. സെൻറ്റിമീറ്റർ നമുക്ക് 3 എന്നുള്ളത് 2.5 2 സെൻറ്റിമീറ്ററൊക്കെ എടുത്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് സെൻറ്റിമീറ്ററൊക്കെ മാറ്റി വേണമെങ്കിൽ നോക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പം എടുത്തിരിക്കുന്ന ഫോട്ടോസിൽ ബോക്സിൻ്റെ എണ്ണം കറക്റ്റായിട്ട് വന്നാൽ മതി. സെൻറ്റിമീറ്റർ എത്രയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരയ്ക്കുക. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ശിവകാർത്തിൻ്റെ ഡ്രോയിങ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആർട്ട്ലൈൻ പെൻസിൽ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ പെൻസിലും ഗ്രേഡ് അനുസരിച്ച് ഏതൊക്കെ എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്തും ഡ്രോയിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്ന HB പെൻസിലാണെങ്കിൽ അങ്ങനെ മുടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ 10B 8B ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ദിവസം പറഞ്ഞ് ചെയ്ത് പോകാം. അപ്പം അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊരു വീഡിയോ ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവുക ഏത് പെൻസിലായിരിക്കും ഉപയോഗിക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ആർട്ട്ലൈൻ്റെ പെൻസിൽ ആരൊക്കെ വാങ്ങി നോക്കിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വാങ്ങി യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതുകൊണ്ട് ഒരു 3-4 ഡ്രോയിങ് ആയി. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ഇഷ്ടമായി തുടങ്ങി ഈ ഒരു പെൻസിൽ. ഇനി ഈ പെൻസിൽ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് പിന്നെ ഒന്ന് വേറെ പെൻസിലെല്ലാം വാങ്ങി നോക്കാമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിലിടാം. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് പെൻസിൽ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്നൊക്കെ പറയാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. നമ്മൾ ഔട്ട്ലൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നു. നമ്മൾ നെറ്റിൽ വരുന്ന കുറച്ച് പാടൊക്കെ വരുന്നുണ്ട്. അപ്പം ആ ഒരു പാടൊക്കെ നമുക്ക് ഇനി വരയ്ക്കുമ്പം ശരിയാക്കാം. നമ്മൾ ഔട്ട്ലൈൻ എടുത്തുന്ന കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. കണ്ണിൻ്റെ അകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനുണ്ട്. എന്തായാലും ഒരു 2-3 പാർട്ട് അല്ലെങ്കിൽ 3-4 പാർട്ടായിട്ട് വീഡിയോ ചെയ്യത്തുള്ളായിരിക്കും. എന്ന് വെച്ചാൽ നല്ല സമയം എടുത്ത് വരുന്നുണ്ട് തന്നെ. അല്ലെങ്കിൽ ഒറ്റ ഇതായിട്ട് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ ഇതൊരു ലോങ് ആയി പോകും. നമുക്ക് ചെറിയ ചെറിയ പാർട്ടായിട്ട് ചെയ്യാം. കാരണം നമുക്ക് കണ്ട് വരച്ച് പോകാനും ചെയ്യാം, പഠിക്കാനുള്ള സമയം കിട്ടും. അപ്പോൾ ട്യൂട്ടോറിയൽ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വരച്ച് നോക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, ചോദിക്കുക. പിന്നെ ആരെ വരയ്ക്കണമെങ്കിൽ ഇനിയൊരു ആരെ ആക്ടേഴ്സിനെ വരയ്ക്കണമെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു ദിവസം വരച്ചത് ഇങ്ങനെ പോകുന്നതായിരിക്കും. അപ്പം ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.